പാകിസ്ഥാനെ അന്താരാഷ്ട്ര തലത്തിൽ തുറന്നു കാട്ടാൻ ഇന്ത്യ നീക്കങ്ങൾ തുടങ്ങി. വിദേശ രാജ്യങ്ങളിലേക്ക് സർവകക്ഷി സംഘത്തെ അയക്കുന്ന കാര്യം കേന്ദ്ര സർക്കാർ ഇപ്പോൾ പരിഗണിക്കുകയാണ്. വിദേശ രാജ്യങ്ങളുമായി സംഘം ചർച്ച നടത്തും. വിദേശ മാധ്യമങ്ങളെയും ഈ സംഘം കാണുമെന്നറിയുന്നു. വി ദിലീപ് കുമാർ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ദിലീപ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ, അങ്ങനെ വാർത്തകൾ വരുന്നുണ്ടോ? SKN വിദേശ രാജ്യങ്ങളിലേക്ക് ഇന്ത്യയുടെ നിലപാട് അറിയിക്കുന്നതിനും പാകിസ്ഥാനെ തുറന്നു കാട്ടുന്നതിനുമായി സർവകക്ഷി സംഘത്തെ അയക്കുന്നതിനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രതികരണം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. പക്ഷേ സംഘം ഈ മാസം 23-ന് തിരിച്ചേക്കും എന്നാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. പാകിസ്ഥാൻ ഭീകരത വളർത്തുന്ന രാജ്യമാണ്. എന്തുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പോൾ ഇന്ത്യക്ക് വേണ്ടി വന്നു? ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് പഹൽഗാം ഭീകരാക്രമണമാണ് ഈ ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിന് വഴിയൊരുക്കിയത്. ഇത്തരം ആക്രമണങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടായാൽ തുടർന്നും പ്രത്യാക്രമണം ശക്തമായി തന്നെ ഉണ്ടാകും. ഇത്തരം കാര്യങ്ങളായിരിക്കും പ്രധാനമായും ഇന്ത്യൻ പ്രതിനിധി സംഘം ലോകരാഷ്ട്രങ്ങളെ ധരിപ്പിക്കാൻ ശ്രമിക്കുക. ലോകരാജ്യങ്ങളുടെ തന്നെ പല പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെയും തലസ്ഥാനങ്ങൾ സന്ദർശിക്കുക, അവിടുത്തെ സർക്കാരുകളുമായി ഇക്കാര്യം ചർച്ച ചെയ്യുക, പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും ചർച്ച ചെയ്യുക, അവിടുത്തെ പ്രധാന മാധ്യമങ്ങളെ കാണുക. ഇതൊക്കെ ഈ സംഘത്തിൻ്റെ ലക്ഷ്യമാണ്. സംഘത്തെ ആരു നയിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. പക്ഷേ ജമ്മു കശ്മീർ ആസാദ് പാർട്ടിയുടെ നേതാവ് ഗുലാം നബി ആസാദും ഓൾ ഇന്ത്യ മുസ്ലിമൻ ഇത്തിഹാദെ മുസ്ലിമൻ പാർട്ടിയുടെ നേതാവ് അസദുദ്ദീൻ ഒവൈസിയും ഈ സംഘത്തിൽ ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. പക്ഷേ അന്തിമ സ്ഥിരീകരണമായിട്ടില്ല. കേന്ദ്ര സർക്കാരാണ് ഇക്കാര്യത്തിലൊരു അന്തിമ സ്ഥിരീകരണം നൽകേണ്ടത്. നേരത്തെയും സമാനമായ നടപടികൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. 94-ൽ PV നരസിംഹറാവു പ്രധാനമന്ത്രിയായിരിക്കെ അന്ന് UN ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിൽ, UN മനുഷ്യാവകാശ സമിതിയിൽ ഈ കശ്മീരിലെ മനുഷ്യാവകാശ ലംഘനം ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി എന്നാരോപിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഒരു പ്രമേയം കൊണ്ടുവന്നിരുന്നു. ആ പ്രമേയത്തെ പരാജയപ്പെടുത്തുന്നതിനായി അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന AB വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തെയാണെന്ന് കോൺഗ്രസ് സർക്കാർ, നരസിംഹറാവു സർക്കാർ നിയോഗിച്ചിരുന്നത്. ആ സംഘത്തിൽ ജമ്മു കശ്മീർ മുഖ്യമന്ത്രിയായിരുന്ന ഫറൂഖ് അബ്ദുള്ള, കോൺഗ്രസ് നേതാവ് സൽമാൻ ഖുർഷിദ് തുടങ്ങിയവർ അംഗങ്ങളായിരുന്നു. ആ പ്രമേയത്തെ പരാജയപ്പെടുത്തുന്നതിന് ഇവരുടെ ശ്രമങ്ങൾ വലിയ തോതിൽ വിജയിച്ചിട്ടുണ്ട്. പിന്നീട് 2008-ൽ മുംബൈ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും സർവകക്ഷി സംഘത്തെ വിദേശ രാജ്യങ്ങളിലേക്ക് ഇന്ത്യൻ നിലപാട് അറിയിക്കുന്നതിനായി അയച്ചിരുന്നു. ആ സംഘത്തിൻ്റെ സന്ദർശനം ഏതാണ്ട് വിജയമായിരുന്നു, അല്ലെങ്കിൽ ആ വിദേശ രാജ്യങ്ങളിൽ അവർ ഈ കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചത് വിജയമായിരുന്നു എന്ന് പിന്നീട് ലഷ്കർ-ഇ തയ്ബയുടെ നിരോധനമടക്കമുള്ള കാര്യങ്ങളിലേക്ക്, അതോടൊപ്പം തന്നെ പാകിസ്ഥാനെ ഗ്രേ രാഷ്ട്രങ്ങളുടെ ലിസ്റ്റിലേക്ക് FATF ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് അത് ആ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിനുമൊക്കെ സഹായമായത് ഇത്തരത്തിലുള്ള സന്ദർശനമായിരുന്നു സർവകക്ഷി സംഘത്തിൻ്റെ. ആ നിലയിലാണ്, അതിൻ്റെ ചുവട് പിടിച്ചാണ് ഇപ്പോൾ ഒരു സർവകക്ഷി സംഘത്തെ അയക്കുന്നതിന്. ഈ സർവകക്ഷി സംഘത്തിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളും പാർലമെൻറ്റ് അംഗങ്ങളും ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. SKN.